ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായതെന്ന് പോകുന്ന വഴിയിലെല്ലാം ബോധ്യപ്പെടുന്നുവെന്നാണ് സുനിൽ പറഞ്ഞത്. റോഡുകളെല്ലാം പാറക്കല്ലുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ദുരന്തഭൂമിയായ ധരാലിയിലേക്ക് എത്താൻ അതിസാഹസം തന്നെ എടുക്കേണ്ടിയിരിക്കുന്നു. ദുർഘടം പിടിച്ച പാതയിലൂടെ ദുരന്തഭൂമിയിലേക്ക് പോകുന്ന PR സുനിലും നന്ദു പേരാമ്പ്രയും പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങളിൽ വളരെ ദുർഘടം പിടിച്ച വഴിയാണ്. ഇവിടെ ഉണ്ടായിരുന്ന റോഡൊക്കെ ഒലിച്ചുപോയി. ഇപ്പോൾ വെറും പാറക്കൂട്ടങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ പാറക്കൂട്ടങ്ങൾ ഇതുപോലെ ഇറങ്ങി വേണം നമുക്ക് ഈ റോഡിന്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിച്ചേരാൻ. വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മുടെ ക്യാമറമാൻ നന്ദു പേരാമ്പ്ര ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നത്. നമ്മളും കുറച്ച് മാധ്യമപ്രവർത്തകരുമാണ് ഇപ്പോൾ ഈ ഒരു ധരാലിയിലേക്ക് പോകാൻ ഇങ്ങനെ ഒരു കഠിന ശ്രമം നടത്തുന്നത്. ഏതായാലും ഈ റോഡൊക്കെ ഒരു സാധാരണ നിലയിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടിപ്പോൾ ഗഗനാനിൽ പണിയുന്ന പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ പോലും വാഹനങ്ങൾ ഈ ഹർസൽ മേഖലയിലേക്ക്, ധരാലിയിലെ ദുരന്തം നടന്ന മേഖലയിലേക്ക് എത്താൻ ഇനിയും സമയമെടുക്കും. ഇവിടെ ഒരു റോഡ് ഉണ്ടാക്കണം. അത് എത്രത്തോളം ശ്രമകരമായ ദൗത്യമായിരിക്കുമെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഏതായാലും നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ നദിയുടെ ഒരു ഭാഗത്തു കൂടി ഉള്ള ഒരു താൽക്കാലിക വഴിയിലൂടെ നമ്മൾ നടന്ന് പോവുകയാണ്. നോക്കൂ, ഇവിടെ സ്ഥാപിച്ചിരുന്ന ഒരു കോൺക്രീറ്റ് വാളൊക്കെ തന്നെ മൊത്തത്തിൽ ഇടിഞ്ഞ് താഴേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു റോഡ് ഉണ്ടാക്കണം. ഇതിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. അതിനൊക്കെ ഇനി എത്ര ദിവസങ്ങൾ എടുക്കും എന്നത് പറയാനാകില്ല. അപ്പോൾ റോഡ് മാർഗമുള്ള ഈ ധരാലിയിലെ രക്ഷാപ്രവർത്തനത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നത് ഇവിടുത്തെ കാഴ്ചകൾ വ്യക്തമാക്കുന്നതാണ്. ധരാലി മേഖലയിലേക്കുള്ള യാത്രക്കിടയിൽ നിന്നും ക്യാമറാമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം PR സുനിൽ, ഇൻ റിപ്പോർട്ടർ. ധരാലിയിലേക്ക് എത്താൻ കിലോമീറ്ററുകളാണ് അവർക്ക് കാൽനടയായി താണ്ടേണ്ടി വരുന്നത്. പക്ഷേ അവിടുത്തെ യഥാർത്ഥ ചിത്രം പ്രേക്ഷകരെ അറിയിക്കുന്നതിനായി ആ യാത്ര തുടരുകയാണ് ഞങ്ങളുടെ വാർത്താസംഘം. അതിസാഹസികമാണ് ആ യാത്ര. അപകടങ്ങൾ ഉണ്ടാകാതെ ആ യാത്ര അവർ പൂർത്തിയാക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം.